178 രാജ്യങ്ങളിലായി 400-ലധികം സംഘടനകൾ 430ഓളം സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. ഞാൻ ലോകാധ്യാപക സമ്മേളനത്തിൽ 2015 പങ്കെടുത്തു. അന്ന് ഞാൻ അഖിലേന്ത്യാ അധ്യാപക സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എവിടെയായിരുന്നു? അത് ഒട്ടാവ 2015. 2019 തായ്ലൻഡിൽ വെച്ച് ബാങ്കോക്കിൽ അന്നേരം പ്രതിനിധിയാവാൻ പറ്റി. AIPTF എന്ന് പറഞ്ഞ സംഘടന ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിലായി 23 ലക്ഷം അധ്യാപകർ കൊള്ളുന്ന വലിയ സംഘടനയാണ്. ലോക അധ്യാപക സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ക്യാമ്പയിനാണ് ഗോ പബ്ലിക് ഫണ്ട് എഡ്യൂക്കേഷൻ. അപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളൊരു ഭാരതയാത്ര കഴിഞ്ഞ സെപ്റ്റംബർ 5 നടത്തുകയുണ്ടായി. സെപ്റ്റംബർ 5 തുടങ്ങി ഒക്ടോബർ 5 വരെ ഇന്ത്യയിലുടനീളം സമാപനം ഡൽഹിയിലായിരുന്നു. കൾമിനേഷൻ 4 ജാഥകളാണ്. ഇതിന്റെ ഭാഗമായിട്ട് ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി ധാരാളം നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോകാധ്യാപക സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം മുൻനിർത്തി കാണുമ്പോൾ കേരളത്തിലെ എഡ്യൂക്കേഷൻ എന്തെങ്കിലും പരിമിതികളായി തോന്നി? കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ദിഷണാശാലിയായ നേതാവാണ് ഹരിഗോവിന്ദൻ മാഷ്. അർജന്റീനയിൽ നടന്ന ലോകാധ്യാപക സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തോടൊപ്പം പങ്കെടുത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിൽ ഹരിഗോവിന്ദൻ മാഷിനെ പോലുള്ളവരുടെ പങ്ക് അനിഷേധ്യമാണ്. ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം 5 പ്രതിനിധികളാണ് പങ്കെടുത്തത്. ഞങ്ങളുടെ സംഘടന KPSTA എന്ന സംഘടന അഖിലേന്ത്യാ അധ്യാപക സംഘടനയായ AIPTF അഫിലിയേഷനുണ്ട്. AIPTF എന്ന് പറഞ്ഞ സംഘടന ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിലായി 23 ലക്ഷം അധ്യാപകർ കൊള്ളുന്ന വലിയ സംഘടനയാണ്. മറ്റൊരു സംഘടന AIFTO, പിന്നെ AISTF, ഒരു ചെറിയ 2 സംഘടനകളാണ്. അപ്പൊ അവരുടെ ഓരോ പ്രതിനിധികളും ഞങ്ങളുടെ 3 പ്രതിനിധി സംഘത്തിൽ 5 പേര്. മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. 5 പേരാണ് ഇന്ത്യയിൽ നിന്ന് ആകെ പങ്കെടുത്തത്. അപ്പോൾ ഞങ്ങളുടെ സംഘടനയെ പ്രതിനിധിച്ച് 3 പേര്, മറ്റു 2 സംഘടനയെ പ്രതിനിധിച്ച് ഓരോ ആളുകളും. ഒരുപക്ഷെ കേരളത്തിനകത്തും പുറത്തും ധാരാളം സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ വിദ്യാഭ്യാസ മുന്നേറ്റം മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ലോകാധ്യാപക സമ്മേളനത്തിൽ ആദ്യമായിട്ടല്ലേ? അല്ലല്ല, ഞാൻ ലോകാധ്യാപക സമ്മേളനത്തിൽ 2015 പങ്കെടുത്തിട്ടുണ്ട്. 2015 അന്ന് ഒബ്സർവറായിട്ടാണ് പങ്കെടുത്തത്. അന്ന് ഞാൻ അഖിലേന്ത്യാ അധ്യാപക സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എവിടെയായിരുന്നു? അത് ഒട്ടാവ 2015. 2019 തായ്ലൻഡിൽ വെച്ച് ബാങ്കോക്കിൽ അന്നേരം പ്രതിനിധിയാവാൻ പറ്റി. അപ്പോഴത്തേന് ഞാൻ AIPTFന്റെ ട്രഷറായി. അപ്പോൾ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറൊക്കെ പങ്കെടുക്കാം. അങ്ങനെ ഞാൻ ഡെലിഗേറ്റായി. ഇത്തവണ കുറച്ചുകൂടി മുന്നോട്ടായി പ്രിൻസിപ്പൽ ഡെലിഗേറ്റായി. ഇന്ത്യയിൽ നിന്നുള്ള പ്രിൻസിപ്പൽ ഡെലിഗേറ്റായി എന്നെ നോമിനേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും അവർ പ്രിൻസിപ്പൽ ഡെലിഗേറ്റിനോടാണ് ഡിസ്കസ് ചെയ്യുക. നമ്മുടെ സംഘടന കാര്യങ്ങളും തെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ നമ്മളുമായിട്ട് ഡിസ്കസ്. നോമിനേഷൻ കൊടുക്കണമെങ്കിൽ പ്രിൻസിപ്പൽ ഡെലിഗേറ്റാണ് കൊടുക്കുക സ്ഥാനാർത്ഥിക്ക് വേണ്ടി. വോട്ട് ചെയ്യേണ്ടതും പ്രിൻസിപ്പൽ ഡെലിഗേറ്റാണ്. അപ്പോൾ നമ്മുടെ വോട്ടിൻ്റെ മൂല്യം ഓരോ സംഘടനയ്ക്ക് ഓരോ മൂല്യമുണ്ട്. ഞങ്ങളുടെ സംഘടനയുടെ വോട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 13 ആണ്. ഓരോ സംഘടനയ്ക്ക് 25, 28, 50, 75 അങ്ങനെ പല സംഘടന. 178 രാജ്യങ്ങളിലായി 400-ലധികം സംഘടനകൾ 430ഓളം സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. സമ്മേളനത്തിൽ ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? സമ്മേളനത്തിൽ പ്രധാനമായി സമ്മേളനം മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് ഗോ പബ്ലിക് ഫണ്ട് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അത് GDPയുടെ യുനെസ്കോ UN റെക്കമെൻഡേഷൻ 6% GDPയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെക്കണതാണ്. പക്ഷേ ഇന്ത്യ അതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡാണ്. ഒന്നാമത്തെ നമ്മുടെ കോത്താരി കമ്മീഷൻ തന്നെ 6% നീക്കി വെക്കണമെന്ന് പറഞ്ഞു. UPA ഗവൺമെൻറ് കാലഘട്ടത്തിലാണെങ്കിൽ അതൊരു 3.42% വരെയായി. എന്നാൽ ഇപ്പോൾ ഈ NDA ഗവൺമെൻറ് വന്നതിന് ശേഷം അത് കുറേ ചെയ്ത് ഇപ്പോൾ 2.4 സംതിങ് ആയി. ഇതിൻ്റെ വിഹിതം കുറഞ്ഞു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും വിദ്യാഭ്യാസ മേഖലയിൽ, പൊതു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് സർക്കാരുകൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ മേഖലകളിൽ കടന്നുകയറ്റം ഉണ്ടാവുകയാണ്. അത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന കാര്യത്തിൽ, സംതൃപ്തമായ ഒരു അധ്യാപക സമൂഹം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അപകടകരമാണ് എന്നൊരു മുന്നറിയിപ്പോട് കൂടി ലോക അധ്യാപക സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ക്യാമ്പയിനാണ് ഗോ പബ്ലിക് ഫണ്ട് എഡ്യൂക്കേഷൻ. അപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളൊരു ഭാരതയാത്ര കഴിഞ്ഞ സെപ്റ്റംബർ 5 നടത്തുകയുണ്ടായി. സെപ്റ്റംബർ 5 തുടങ്ങി ഒക്ടോബർ 5 വരെ ഇന്ത്യയിലുടനീളം സമാപനം ഡൽഹിയിലായിരുന്നു. കൾമിനേഷൻ 4 ജാഥകളാണ് നടത്തിയത്. തെക്കൻ ജാഥ ഒന്ന്, നോർത്ത് ഈസ്റ്റ് എന്ന് വേറൊരു ജാഥ, പഞ്ചാബ് വാഗാ ബോർഡർ എന്നൊരു ജാഥ, പിന്നെ ഗുജറാത്തിലെ സോമനാഥ് എന്ന ഈ 4 ജാഥകളും കൂടി ലോക അധ്യാപക ദിനമായ ഒക്ടോബർ 5 സംഗമിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് നമ്മൾ ആണ് 1-2 രാജ്യങ്ങളാണ് ഈ മുദ്രാവാക്യം വരുന്നത്. ഇപ്പോൾ ഈ ലോകാധ്യാപക സമ്മേളനം ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തുടനീളം അതിൻ്റെ ഒരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു. അതാണ് ഈ സമ്മേളനത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രമേയങ്ങൾ അവിടെ ഡിസ്കഷൻ വന്നു. എല്ലാ കാര്യങ്ങളും നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകേണ്ട സ്വാതന്ത്ര്യം, അധ്യാപകന്റെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഗാസയിലെ കടന്നുകയറ്റം, യുക്രൈനിലെ യുദ്ധങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ട് മാത്രമല്ല ലോകത്തിലൊരു സാമൂഹ്യ അവസ്ഥ എന്നുള്ളതിലേക്ക് അധ്യാപക സമൂഹം അതെല്ലാം ചർച്ച ചെയ്യുന്ന വലിയ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഫറൻസാണ്. 27 മുതൽ 27, 28, 26, 27, 28 പ്രീ കോൺഫറൻസുകളായിരുന്നു.
അപ്പോൾ നമ്മുടെ റെസൊല്യൂഷൻസ് ഒക്കെ ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ സേവന വേതന വ്യവസ്ഥകളെ കുറിച്ച്, പ്രീ പ്രൈമറി എഡ്യൂക്കേഷനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനെ കുറിച്ച്, അവിടുത്തെ അവസ്ഥയെക്കുറിച്ച്, അവിടുത്തെ ജീവനക്കാരുടെ അധ്യാപകരുമായ അവരുടെ ശമ്പളമില്ലായ്മയെക്കുറിച്ച്, സേവന വേതന വ്യവസ്ഥ ഇല്ലായ്മയെക്കുറിച്ച്, അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എങ്ങനെ നമുക്ക് പുഷ്ടിപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ. കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിന് ഇത്രയധികം മുന്നോട്ട് നയിച്ചൊരു വ്യക്തിയാണ് താങ്കൾ. പ്രത്യേകിച്ചും KPST എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ്. ഇതിന്റെ ഭാഗമായിട്ട് ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട്, ധാരാളം നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോകാധ്യാപക സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം മുൻനിർത്തി കാണുമ്പോൾ കേരളത്തിലെ എഡ്യൂക്കേഷൻ എന്തെങ്കിലും പരിമിതികളായി തോന്നിയിട്ടുണ്ടോ? കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസം വളരെ മുൻപന്തിയിലാണ്. പക്ഷെ അടുത്ത കാലത്തായി, അത് ഈ DPP വന്നതോടുകൂടി ഇതിന്റെ ഒരു ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര പുരോഗതി ഉണ്ടായിരുന്നു. DPPക്ക് മുമ്പും ശേഷവും നമ്മൾ പരിഗണിച്ചാൽ, ഇപ്പൊ ഏറ്റവും അവസാനം സർക്കാർ നമ്മൾ ആദ്യം പറഞ്ഞിടത്തേക്ക് എത്തിയല്ലോ. 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഇന്നലെ തീരുമാനം എന്താ, മിനിമം മാർക്ക് വേണം. ഇത് എന്നോ നമ്മൾ പറഞ്ഞത് മാർക്ക് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് മിടുക്കന്മാരെ മിടുക്കികളുമാണ്, യാതൊരു സംശയ കാര്യത്തെ കുറിച്ചില്ല. പക്ഷെ ഈ മാർക്ക് ദാനം എന്നൊരു എല്ലാവരും ജയിപ്പിച്ചു കൊടുക്കുന്നത്, നമുക്ക് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ സ്കൂളിന്റെ വരാന്തയിൽ നിൽക്കുന്നവൻ പാസ്സായി എന്ന് പറഞ്ഞവർ പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ സ്കൂളിന്റെ വരാന്ത കൊണ്ട് ഗേറ്റിൻ്റെ അവിടെ എത്തിയും പാസ്സാവുന്ന അവസ്ഥയായി. അപ്പൊ അവിടെ പഠിക്കുന്ന കുട്ടികൾ സത്യം പറഞ്ഞാൽ അവന്റെ ഒരു മാനസികോല്ലാസം, ഞാൻ എന്തിനാ പഠിക്കാത്തവരും ജയിക്കുകയാണ്. അപ്പൊ അങ്ങനെ അതെ, അപ്പൊ അങ്ങനെ ഒരു ചർച്ച വരാം. അതെ, മൂല്യമൊക്കെ താനേ ഉണ്ടാവുന്ന പറഞ്ഞു. പണ്ടൊക്കെ നമ്മൾ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുത്തായിരുന്നു. ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് കൈമോശം വന്നു പോയ മൂല്യബോധത്തിന്റെ തകർച്ചയാണോ കാരണമെന്ന് ചർച്ച ചെയ്യുന്നിടത്തേക്ക് കേരളം എത്തിപ്പോ. കേരളത്തിന്റെ അധ്യാപക ചരിത്രത്തിലെ നിസ്തുലമായ ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ ഈ അധ്യാപക ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച, അല്ലെങ്കിൽ അധ്യാപക സംഘടനയുടെ നേതൃനിരയിൽ സഞ്ചരിച്ച വ്യക്തി എന്ന നിലയ്ക്ക് കേരളത്തിലെ അധ്യാപക സമൂഹത്തെ ഒരു ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്തുമാത്രം? തീർച്ചയായിട്ടും എൻ്റെ കാലഘട്ടത്തിലാണ്. നമുക്കറിയാലോ, ഒരുപാട് സംഘടന, 36ഓളം അധ്യാപക സംഘടനകൾ കേരളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ട് സംഘടനകളുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത സംഘടനകൾ വേറെയുണ്ട്. ഈ സംഘടനകൾ ഒന്നിക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസ് അനുഭവമുള്ള സംഘടനകൾ 3 പ്രബലമായ സംഘടനകൾ കേരളത്തിലുണ്ടായിരുന്നു. ഏറ്റവും പ്രബലമായ സംഘടന KAPT യൂണിയൻ, ഞാനതിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. KAPT യൂണിയൻ, അതുപോലെ തന്നെ ഹൈസ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന PST എന്ന് പറയുന്ന ഏറ്റവും മേഖല സംഘടന, സർക്കാർ സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന GST എന്ന് പറഞ്ഞ സംഘടന. ഈ 3 സംഘടനയും ലയിപ്പിക്കാനുള്ള ശ്രമം എൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചു. അല്ല, ആദ്യം 3 ലയിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയാണ് KPC പ്രസിഡന്റ്. ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു. നമുക്കറിയാലോ, ഈ ലയനം എന്ന് പറയുമ്പോൾ 3 സംഘടനയിൽ ലയിക്കുമ്പോൾ 3 പ്രസിഡന്റ് സെക്രട്ടറി എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രയാസവും ഉണ്ടായി. ആദ്യം ഞങ്ങൾ 2 സംഘടന ലയിച്ചു. 2010 KAPT യൂണിയനും PSTയും ലയിച്ച് KPSTU ഉണ്ടായി. അതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റാണ് ഞാൻ. പിന്നെ GSTനെ ലയിപ്പിക്കാനുള്ള ശ്രമമായി. 3-4 വർഷം കൊണ്ട് 2015 ആയപ്പോഴേക്ക് ആ സർക്കാർ സ്കൂൾ സംഘടനയെ നമ്മൾ ലയിച്ച് പേര് KPSTA എന്നാക്കി. ഇപ്പോൾ കേരളത്തിലെ ജനാധിപത്യ ചേരിയിലെ ഏറ്റവും വലിയ സംഘടനയായി ഇന്ന് KPST പ്രവർത്തിക്കുകയാണ്. നമ്മുടെ പ്രത്യേകത എന്താ? ഭരിക്കുന്ന സർക്കാരിൻ്റെ കൊടിയുടെ നിറം നോക്കാതെ അധ്യാപകൻ്റെയും പൊതുവിദ്യാഭ്യാസ മേഖലയും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംഘടനയായി ഈ സംഘടന ഇപ്പോഴും നിലനിൽക്കുകയാണ്. കരുണാകരൻ കേരളത്തിന് മുഖ്യമന്ത്രി ആകുമ്പോഴാണ് കോൺഗ്രസിൻ്റെ കൂടി MLA ആയിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീക്ഷേത്രത്ത് പഴയ MLA K. സുബ്രഹ്മണ്യ മാഷ് അദ്ദേഹത്തിൻ്റെ വസതി വളയാൻ പോയത്. ഈ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ ഈ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വിദ്യാഭ്യാസത്തിന്, പ്രത്യേകിച്ച് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന തുക വേസ്റ്റാണ്, അത് എന്താ പറയുക, അത് അത്ര ചിലവാക്കേണ്ടതെന്നുള്ള റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് അന്നത് ചാനലുകാർ എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ആ റിപ്പോർട്ട് നമ്മുടെ BA പ്രകാശൻ ചെയർമാനായ കമ്മിറ്റി ആ സെക്രട്ടറിയുടെ നടയിൽ കത്തിച്ച് ഞാൻ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയി വൈകുന്നേരം. ഉമ്മൻചാണ്ടി ആ തിരക്കിൻ്റെ ഇടയിലും എന്നെ സ്വീകരിച്ചിട്ട് എന്നോട് പറഞ്ഞു, റിപ്പോർട്ട് കത്തിച്ചിട്ടാണ് ഹരി വന്നത്, ഇത് നടപ്പാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ സർക്കാരിൻ്റെ നിലപാട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുക എക്സ്പെൻഡിച്ചർ അല്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗ്. പിറ്റേ ദിവസം എല്ലാ പത്രത്തിലും ഗംഭീരമായിട്ട് വന്നു. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇത്തരത്തിലൊരു ഈ സർക്കാർ സംബന്ധിച്ച റിപ്പോർട്ടിനെതിരെ CPMൻ്റെ സംഘടനയായ KSTയുടെ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പ് ചെല്ലാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതാണ് ഞങ്ങളുടെ സംഘടനയിൽ നമ്മൾ വ്യത്യാസം. നമ്മൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാ നോക്കിയിട്ടല്ല. നമ്മുടെ കരുണാകരൻ്റെ ഉദാഹരണം പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ ഉദാഹരണം പറഞ്ഞു, AK ആന്റണി ഭരിക്കുമ്പോൾ 32 ദിവസം ഞങ്ങൾ സമരം ചെയ്തു. ഇതൊന്നും ഇന്നത്തെ ഭരണാനുകൂല സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഈ അധ്യാപനത്തിന്റെ ഏകോപനത്തിലായിരുന്നാലും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരമായിരുന്നാലും അതുപോലെ തന്നെ സമരങ്ങൾ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ സംഘടിപ്പിച്ച ഈ മുന്നേറ്റങ്ങളിൽ താങ്കൾ ഇങ്ങനെ തിളങ്ങി നിന്നപ്പോഴും ഒരുപക്ഷെ പാർട്ടിയുടെ ഘടകങ്ങളിൽ വലിയ ഉന്നതങ്ങൾ, പാർട്ടിയുടെ ഘടകങ്ങളിൽ എനിക്കാണ് കുറച്ചെങ്കിലും ഒരു സാധ്യത ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, DPP വന്നതിന് ശേഷം ഞങ്ങൾ DPPക്ക് എതിരായിരുന്നു. DPPയുടെ പല നിർദ്ദേശങ്ങളോടും എതിരായിരുന്നു. അങ്ങനെ ഈ പാഠ്യപദ്ധതി വിവാദമായപ്പോൾ അധ്യാപകൻ
മഹാത്മാഗാന്ധിയെ അയാളെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ, അതുപോലെ ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾ മദ്യപന്മാരാണെന്ന് പറഞ്ഞപ്പോൾ ആ പുസ്തകം കത്തിച്ചവനാണ് ഞാൻ, ഇവിടെ മൗലവി മാഷകളുടെ കാലഘട്ടത്തിൽ. ആ പാഠ്യപദ്ധതിക്കെതിരെ എഴുത്തുകൊണ്ട് വന്ന ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ വന്നപ്പോൾ പാഠപുസ്തകവും പാഠ്യപദ്ധതിയും മതമില്ലാത്ത ജീവനൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ വെച്ച നിർദ്ദേശം പാഠപുസ്തകങ്ങൾ വിവാദരഹിതമാകണമെന്നാണ്. അപ്പോൾ അങ്ങനെ വിവാദങ്ങളുടെ വിളനിലമായിരുന്ന പാഠ്യപദ്ധതിയും പാഠപുസ്തകത്തെയും മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഞങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം തന്നു. ഞാൻ SCRT എന്നെ കരിക്കുലം കമ്മിറ്റി മെമ്പറാക്കി. ഞങ്ങൾ എല്ലാ വിഭാഗം അധ്യാപകരും ഉൾക്കൊള്ളിച്ചു. KSTക്കാർ 50%, ഞങ്ങൾ 50%, ലീഗിൻ്റെ അധ്യാപകങ്ങളിൽ ഒന്നിച്ചിരുന്ന പാഠപുസ്തകം ഉണ്ടാക്കി. 2013 പാഠപുസ്തകം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ എത്തേണ്ട വ്യക്തിയായിരുന്നില്ലേ? അല്ല, പാർട്ടി അർഹമായ സ്ഥാനം തന്നിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്കറിയുള്ളൂ, കോൺഗ്രസ് പറഞ്ഞൊരു പാർട്ടി എന്ന് പറയുമ്പോൾ അത് വളരെ ജനാധിപത്യപരമായ പാർട്ടിയാണ്. 2 പ്രാവശ്യം എന്നെ നിയമസഭയിലേക്ക് പരിഗണിച്ചു. അവസാന നിമിഷം മാറി നിൽക്കേണ്ടി വന്നു. അത് അവരുടെ ഈ പരിമിതികൾ നമുക്കറിയാം. പരിഗണിച്ചിട്ടുണ്ട് പാർട്ടി എന്ന് തന്നെയാണ് അഭിപ്രായം. പഠന ബോധന രീതിയും അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിത പഠനക്രമം ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ ചർച്ച ഉണ്ടല്ലോ, ഖാദർ കമ്മിറ്റി വളരെ ഡിസ്കഷൻ. ഖാദർ കമ്മിറ്റി എന്ന് സത്യം പറഞ്ഞാൽ എന്താ, അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറ്റൊരു പതിപ്പാണ്. BJP ഉണ്ടാക്കിയത് ദേശീയ വിദ്യാഭ്യാസം. നമ്മളതിനെ പല നിർദ്ദേശങ്ങളും എതിർക്കുകയാണ്. ആ പാറ്റേണിന് അതിന് മുമ്പ് ഇവർ അടിച്ചു വന്നു. ഗുണപരമായ നീക്കങ്ങൾ, അതിൽ ഗുണപരമായ നീക്കം ഇപ്പോൾ സെൻട്രൽ പാറ്റേൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല ഡിഫറൻസും അതിനകത്ത് പല നല്ല നിർദ്ദേശങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പറഞ്ഞില്ലേ, സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇപ്പോൾ 8ാം ക്ലാസ്സിലെ ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ട് നല്ലതാണ്. നമ്മൾ നേരത്തെ വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ കേരളത്തിലെ പ്രശ്നം മദ്രസ പഠനം ഒരു ഇഷ്യൂ ആണ്. അത് മദ്രസയുടെ അവരെ ആളുകളുമായി ചർച്ച ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി മദ്രസ സമയം മാറ്റാൻ കഴിയുകയാണെങ്കിൽ ഏർലി മോർണിംഗിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരെ ബുദ്ധിപരമായ വികാസത്തിനൊക്കെ വളരെ നല്ലത് തന്നെ. പക്ഷെ അവരെയും കൂടി വിശ്വാസത്തിലെടുത്തിട്ട് വേണം നടപ്പാക്കാൻ, അവരോട് ചർച്ച ചെയ്തുകൊണ്ട് നടപ്പാക്കാൻ. ഏകപക്ഷമായി നടപ്പാക്കി കഴിഞ്ഞാൽ അത് ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തെക്കുറിച്ച് തർക്കമില്ല. കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തൊക്കെ ധാരാളം സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ താങ്കൾ വീക്ഷിച്ചിട്ടുണ്ടാവുക അതിന്റെ വിദ്യാഭ്യാസ പഠനക്രമങ്ങളും നിലവാരമായിരിക്കും. അത് പരിഗണിക്കുമ്പോൾ നിലവിലെ വിദ്യാഭ്യാസ രീതി ജീവിതാഭിമുഖ്യമുള്ളതല്ല എന്നല്ലേ തോന്നിയിട്ടുള്ളത്? അല്ല, അതിനൊരു എന്താ NSQF എന്ന് പറഞ്ഞ നമ്മുടെ എന്താ പറയുക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്റ്റേഷൻ വളരെ നല്ല മാറ്റങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക, തൊഴിലും കൂടെ പഠിക്കണമെന്നുള്ളത് വലിയ നല്ല ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം UPA ഗവൺമെൻറ് കാലത്ത് കോൺഗ്രസ് പാസ്സാക്കിയ നിയമമാണല്ലോ. പക്ഷേ വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ പല നല്ല ഗുണങ്ങളും ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കി. പക്ഷേ ഇപ്പോഴും നല്ല പല ഗുണങ്ങളും നടപ്പാക്കാൻ സാധിക്കുന്നില്ല നമുക്ക്. ഞാൻ ഒട്ടോവയിൽ പോയപ്പോൾ സ്കൂള് സന്ദർശിക്കാൻ പോയി. അല്ല, അവിടുത്തെ വിദേശ രാജ്യങ്ങളിലൊക്കെ ബോധന രീതി അതുപോലെ തന്നെ ചൈൽഡ് പീപ്പിൾസ് ടീച്ചർ റേഷ്യോ കുറവാണ്. ബോധന രീതി, കുട്ടികൾ കൂടുതൽ ആക്ടിവിറ്റി ബേസ്ഡ്, സിലബസ് കുറെ കൂടി കുറവാണ്. കുട്ടിക്ക് കൂടുതൽ എന്താ പറയുക, ഫിൻലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ 30 മിനിറ്റ് കുട്ടിയെ പഠിപ്പിച്ചാൽ 15 മിനിറ്റ് കുട്ടിക്ക് ലീഷറാണ്. ലീഷർ മീൻസ് അവൻ വെറുതെ കിടന്നുറങ്ങുന്നല്ല, അത് ഉപയോഗിക്കാൻ കുറച്ചും കൂടി മനസ്സ് ഫ്രീ ആവുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ അതല്ല, ഇവിടെ അടിച്ചേൽപ്പിക്കാൻ വീണു. ഇപ്പോൾ നമുക്കറിയാലോ, ഈ ശനിയാഴ്ചകളുടെ ഹൈക്കോടതി തന്നെ പറഞ്ഞൊരു ഇഷ്യൂ, ഒരു ചർച്ചയുമില്ലാതെ ഏകപക്ഷീയം മനഃശാസ്ത്രമായ കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ, അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക് എഡ്യൂക്കേഷനിലെ ഈ ബാഗ് എങ്ങനെ സ്കൂൾ ബാഗ് അത് അവിടെ ഞാൻ ഒട്ടോവയെ പോയി കണ്ടപ്പോൾ അവിടുത്തെ ആ മുനിസിപ്പാലിറ്റി ജനിച്ച കുട്ടിയുടെ വിദ്യാഭ്യാസം മുനിസിപ്പാലിറ്റി എടുക്കുകയാണ്. സംവിധാനം, സർക്കാർ സംവിധാനം എടുക്കുകയാണ്. കുട്ടിയെ അവർ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയാണ്. ബാഗൊക്കെ ആയിട്ട് വണ്ടി അവർ ഫ്രീ ചെലവിലാണ്. അല്ലാത്ത കുട്ടിയെ വേണിച്ചാൽ പഠിക്കാം, പക്ഷേ സർക്കാരിന് ഒരു ആനുകൂല്യം കിട്ടില്ല. ആ നിർദ്ദേശം നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഇവർ നടപ്പാക്കുന്നില്ല? അപ്പോൾ കുട്ടിക്ക് വളരെ ഫ്രീ ആയിട്ട് വിദ്യാലയത്തിൽ അതിനുള്ള എല്ലാ സൗകര്യവും. അപ്പോൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉണ്ടാക്കണം പറഞ്ഞാൽ അധ്യാപകൻ്റെ മാത്രം ക്വാളിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, വിദ്യാലയത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതും ഉണ്ടായെന്നുള്ളതാണ്. MP ഫണ്ട് അല്ല MLA ഫണ്ടൊക്കെ 6 കോടിയൊക്കെ വർദ്ധിപ്പിച്ചപ്പോൾ പല സർക്കാർ സ്കൂൾ വിദ്യാലയങ്ങളും നല്ല കെട്ടിടങ്ങളായി മാറി, നല്ല ഭൗതിക സാഹചര്യങ്ങളുണ്ടായി. ഉച്ചഭക്ഷണത്തിന് പകരം ഉച്ചക്കഞ്ഞിക്ക് പകരം ഉച്ചഭക്ഷണം ഏർപ്പെടുത്തി. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്ന് പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തി. ആദ്യത്തെ പുള്ളിയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്താ പ്രത്യേകിച്ച് പ്രൈമറി മേഖലയിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ, വിദ്യാലയത്തിൽ വരുമ്പോൾ അവിടെ വീടിൻ്റെ എല്ലാ സൗകര്യം കിട്ടുകയാണ്, ഭക്ഷണം കിട്ടുകയാണ്. കുറച്ചെങ്കിലും ആളുകൾ ആ ഭക്ഷണം കഴിക്കാനായി വരുന്നവരുമുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ലോക വിദ്യാഭ്യാസ നിലവാരത്തിന് ഒപ്പം ഓടിയ ഒരു സംസ്ഥാനമാണ് കേരളം. സർവീസിൽ നിന്നൊക്കെ വിരമിച്ചല്ലേ? അപ്പോൾ ഇപ്പോൾ ഇടപെടൽ എത്രത്തോളം സാധിക്കാൻ അഖിലേന്ത്യാ തലത്തിൽ ഈ നമ്മുടെ ഭരണഘടന പ്രകാരം അഖിലേന്ത്യാ കൗൺസിലാവാൻ വിരമിച്ചാലും കുഴപ്പമില്ല. ഞങ്ങൾ 10-15 കൗൺസിലർമാരാണ് APTF വിടുന്നത്. അപ്പോൾ അതിൽ ഞാൻ മാത്രമേ വിരമിച്ച ആളുള്ളൂ. ബാക്കി 14 പേരും
വിരമിക്കാത്ത ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ തടസ്സമില്ല. അപ്പോൾ ദേശീയ തലത്തിൽ നമുക്ക് NCERT ആയിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ, കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹി പോയപ്പോൾ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ കാണാൻ പോയി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പോൾ അവിടെ അവരൊക്കെ ഡിസ്കസ് ചെയ്യാനും ഇടപെടാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഈ നമ്മുടെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ കോൺട്രിബ്യൂട്ടീവ് പെൻഷൻ, ഓൾഡ് പെൻഷൻ സ്കീം നടപ്പാക്കുന്ന കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ ഇടപെടാൻ പറ്റുന്നുണ്ട് ഈ സംഘടന ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അധ്യാപക സമൂഹം കേരളത്തിൽ ഇപ്പോൾ വളരെ മറ്റു രാജ്യങ്ങളിൽ കിടപിടിക്കാവുന്ന തരത്തിൽ പോകുന്നു. തീർച്ചയായിട്ടും സാലറി കാര്യത്തിൽ മാത്രമില്ല, സേവന വേതന വ്യവസ്ഥയിൽ നമ്മൾ വളരെ പുറകിലാണ്. 56 വയസ്സിൽ പിരിയുന്ന ഏക സംസ്ഥാനം കേരളമാണ്. സത്യം പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ സമയമാണ്. 62 വയസ്സൊക്കെയാണ് ഇവിടെ. ഇന്ത്യയിൽ UP 62ആണ്, ആന്ധ്രയിൽ 62ആണ്, തമിഴ്നാട് 58ആണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ. സത്യം പറഞ്ഞാൽ അധ്യാപകനും വളരെ എന്താ പറയുക എക്സ്പീരിയൻസ് ആയി നിൽക്കുന്ന സമയത്ത് അവനോട് പറഞ്ഞുവിടുകയാണ്. അത് പുതിയ ആളുകൾക്ക് ജോലി കിട്ടുന്നതാണ് പറയുന്നത്. പക്ഷെ ജോലി കിട്ടാൻ അവരെ പറഞ്ഞുവിടുകയല്ലോ വേണ്ടത്, അതിന് വേറെ സംവിധാനം ഉണ്ടാക്കുക വേണ്ടത്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ശമ്പളം ലഭ്യമാകുന്നത് ഇപ്പോൾ ഇവിടെയാണ്. 22% ക്ഷാമബത്ത കുടിശ്ശികയാണ്. ക്ഷാമബത്ത പറഞ്ഞാൽ എന്താ, വില നിലവാര സൂചിക അനുസരിച്ച് കൊടുക്കേണ്ട സാധനമാണ്. ഒരാളുടെ ഗവൺമെന്റ് പറഞ്ഞ ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് 22% കുടിശ്ശിക. ശമ്പള പരിഷ്കരണത്തിന്റെ പെൻഷൻ കിട്ടാതെ ഒന്നിച്ചില്ല ആളുകൾ മരിച്ചുപോയി. പെൻഷനേഴ്സിന് പെൻഷൻ കുടിശ്ശിക കൊടുക്കാതെ 1 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചുപോയി. ഈ പാപമൊക്കെ ഈ സർക്കാർ ഞാൻ തർക്കമല്ലോ. ഇവർ പറയുകയും എന്നാൽ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറി എന്നുള്ളതാണ് ഈ 2 വർഷം കൊണ്ട്. നേരെ മറിച്ചിപ്പോൾ UDF ആണെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഒരു നാളെ തമാശയ്ക്കാനും ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ ശരി AK കാണാൻ പോയി. അദ്ദേഹം സരസമായി ചോദിച്ചു, ഇപ്പം നിങ്ങൾക്ക് സറണ്ടർ ആനുകൂല്യമൊന്നും വേണ്ടേ? സറണ്ടർ ആനുകൂല്യം എന്ന് മരവിച്ചാൽ ഞങ്ങൾ 32 ദിവസം സമരം ചെയ്തായിരിക്കണം. ലീവ് സറണ്ടർ ആനുകൂല്യം വളരെ കുറച്ച് പേർക്ക് കിട്ടുന്ന അത് മരവിപ്പിച്ചതിന് 32 ദിവസം സമരം ചെയ്ത് ഞങ്ങളോട് ചോദിച്ചു, ഇപ്പം നിങ്ങൾക്ക് ആവുന്ന മതി. പുള്ളി ഒരാൾ സരസമായിട്ട് ചോദിച്ചു, പക്ഷെ ആ ക്വസ്റ്റ്യൻ്റെ ആഴം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മനസ്സിലായേ പുള്ളിക്കാരത്. അപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഇത്രയും അറിവ് അനുഭവങ്ങൾ മുൻനിർത്തിയിട്ട് അധികാരികൾക്ക് മുമ്പാകെ സമർപ്പിക്കാനുള്ള ഒരു കാര്യം എന്താ സിറ്റുവേഷനിൽ? അല്ല, കേരളം വിദ്യാഭ്യാസപരമായി വളരെ പണ്ട് മുതലേ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പേ നമ്മൾ വളരെ മുൻപന്തിയിലാണ്. ആ ഒരു മികവ് നിലനിർത്തുന്ന കാര്യത്തിൽ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ പുറകോട്ട് പോയി എന്നാണ് അഭിപ്രായം. അപ്പോൾ ഗുണപരമായി വിദ്യാലയങ്ങളൊക്കെ വർദ്ധിച്ചെങ്കിലും ഗുണപരമായി നമുക്ക് അത്രത്തോളം ഉന്നതിയിലെത്താൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് ഈ തകരാറുകൾ ഒരു തുറന്ന മനസ്സിലൂടെ ചർച്ച ചെയ്തുകൂടെ? വിദ്യാഭ്യാസത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് നമ്മൾ മുമ്പോട്ടാണോ പോണേ, ദിശ മാറുന്നുണ്ടോ? ഇതൊക്കെ ഒരു സ്വതന്ത്രമായ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനുള്ളൊരു സാഹചര്യം സർക്കാരുകൾ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല, വേറെ താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കേരളത്തിൻ്റെ താല്പര്യം, കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ആ വിദ്യാഭ്യാസ മികവ് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒരു തുറന്ന ചർച്ചയ്ക്ക് സർക്കാർ മുൻകൈ എടുക്കണം. അതാണ് പറയാനുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ സംഘടനകളുടെയും അല്ലെങ്കിൽ അധ്യാപക സംഘടനകളെയും നവജാഗരണം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും മുൻനിരയിൽ നിർത്തേണ്ട, മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് ഹരിഗോവിന്ദ മാഷ്. വിരമിച്ചതിന് ശേഷവും നിരന്തരം പാർട്ടി പരിപാടികളും അതുപോലെ തന്നെ അധ്യാപകേതര സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് നാട്ടിലും മറുനാട്ടിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിഗോവിന്ദ മാഷിൻ്റെ വിലപ്പെട്ട സമയം അല്പനേരം ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു. ഓക്കെ.